എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. അങ്ങനെ വേണം നമ്മൾ പറയാൻ. കാരണം നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണെന്ന് പറഞ്ഞായിരിക്കണം. ആ പോസിറ്റീവ് ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം ആ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. അതിന് മുമ്പ് എനിക്ക് പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നതിൻ്റെ എസൻസ് മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഓടിച്ചിട്ട് കാണുകയോ അല്ലെങ്കിൽ പകുതി കാണുകയോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ. അതേപോലെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഇടും, എക്സ്ട്രാ ഇൻഫർമേഷൻ. യൂട്യൂബിൽ നമുക്ക് ഇടുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട്. വീഡിയോ ചെയ്യുന്നതിനാണെങ്കിലും ഒരുപാട് ലെങ്തായിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇഷ്ടംപോലെ ടിപ്സും ഫ്രീ ക്ലാസ്സസും നമ്മുടെ ഇടുന്ന വീഡിയോനെ കുറിച്ചിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിങ് സെഷൻസും ഒക്കെ ഉണ്ടാവും. ഈവൻ പ്രാക്ടീസ് സെഷൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കയറാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും ഒരുപാട് പേര് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്രക്സ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ചെയ്യുന്നു, നിങ്ങളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഭാവം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും യാതൊരു പ്രയോജനമില്ല. നന്ദി ഭാവമാണ്. ഡിവൈൻ വേൾഡിൽ മാത്രമല്ല, നമ്മൾ സാധാരണ നമ്മളുടെ ഈ ലോകത്ത് തന്നെ നന്ദി ഭാവം ഉള്ളവർക്കാണ് വിജയമുണ്ടാവുക. നമ്മളെ സഹായിച്ചവരെ ഓർക്കുക. കേട്ടിട്ടില്ലേ? നമ്മളെ വളർത്തിയ അച്ഛനമ്മമാരെ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ ഓരോ രീതിയിലും ഈ ലോകത്ത് ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധന. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ടോണിക് ഫോർ അവർ സോൾ. ആത്മാവിനിണങ്ങുന്ന ടോണിക് ഗ്രാറ്റിറ്റ്യൂഡാണ്. ആത്മാവിൻ്റെ സുഗന്ധമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ മതത്തിനെ കുറിച്ചും നന്ദി ഭാവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുയിസം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സിദ്ധ സ്ക്രിപ്റ്റേഴ്സ്, ഇപ്പോൾ തിരുക്കുറലാണെങ്കിലും തിരുമന്ദിരമാണെങ്കിലും തമിഴ് സിദ്ധന്മാരുടെ 18 സിദ്ധന്മാരുടെ ടെക്സ്റ്റ് ബുക്കുകളിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും മറ്റ് അനേകം ഗ്രന്ഥങ്ങളിലാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച്, നാരദ ഭക്തി സൂക്തം ഒക്കെ ഒരുപാട് നന്ദി ഭാവത്തിനെ കുറിച്ച്, ശരണാഗതി എന്നാണ് അതിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുന്നത്. സറണ്ടർ ടു ദ ഡിവൈൻ. സറണ്ടർ എപ്പോഴാണ് ഉണ്ടാവുക? ആ നന്ദി ഭാവത്തിൻ്റെ അങ്ങേ അറ്റമാണ് സറണ്ടർ. ശരണാഗതി, ശരണമടയുക ഈശ്വരൻ. ഇസ്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലത്ത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഭാവം 3 തരത്തിലാണ് പറയുന്നത്. ഒന്ന്, ഹൃദയം കൊണ്ടുള്ള നന്ദി. രണ്ടാമത്തത് അത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുന്ന നന്ദി. മൂന്നാമത്തത് പ്രവൃത്തി കൊണ്ട് പ്രകടിപ്പിക്കുന്ന നന്ദി. ഈ 3 നന്ദി ഭാവം, 3 ടൈപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുക. അതേപോലെ തന്നെ ഖുർആനിലെ സൂറ, എനിക്ക് തോന്നുന്ന സൂറ ഇബ്രാഹിം, അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, നന്ദി ഭാവം ആർക്കുണ്ടോ അവർക്ക് അനുഗ്രഹങ്ങൾ കോടി വരും. ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായി തന്നെ അതിനകത്ത് നന്ദി ഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിനുള്ള എല്ലാത്തിനോടും നന്ദി ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ടിബറ്റൻ ബുദ്ധിസ്റ്റ് പ്രാക്ടീസസ് നോക്കിക്കഴിഞ്ഞാൽ നന്ദി ഭാവം അല്ലാതെ വേറൊന്നുമില്ല. കമ്പാഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ് ഇവിടെ. നന്ദി ഭാവവും ദയയും. ടിബറ്റൻ ബുദ്ധിസം, അതേപോലെ തന്നെ മറ്റേ തെറവാഡ ബുദ്ധിസം, എല്ലാ ബുദ്ധിസ്റ്റ് പ്രാക്ടീസസിനും, അതേപോലെ നിങ്ങൾ ഏതൊക്കെ ട്രഡീഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കോളും, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഭാവത്തിനെ കുറിച്ച് ഒരുപാട് എഴുതിയിരിക്കുന്ന കാണാൻ കഴിയും. സയൻസ് എടുത്ത് നോക്കാം, ന്യൂ സയൻറ്റിഫിക് സ്റ്റഡീസ്, നന്ദി ഭാവം ആർക്കുണ്ടോ അവർക്ക്, നന്ദി ഭാവം എന്താണ്, നമ്മളുടെ എന്താണ് നന്ദി ഭാവം? നമ്മളുടെ ജീവിതത്തിലുള്ള നന്മകളോടുള്ള നന്ദി, അത് പ്രപഞ്ചനാഥനോടുള്ള നന്ദി, നമ്മളോട് തന്നെയുള്ള നന്ദി, അല്ലേ? നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കളോടുള്ള നന്ദി, അവർ സ്നേഹനിധി ആയിരുന്നെങ്കിൽ. അതേപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഗുരുക്കന്മാരോടുമുള്ള നന്ദി.
ഓക്കെ, അപ്പോൾ ഈ നന്ദി ഭാവം ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കും? ഹാപ്പിനെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. ഇതാർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, എന്തിലാണോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ആ കാര്യം നമുക്ക് കൂടുതൽ ഉണ്ടായിക്കൊള്ളും. ജീവിതത്തിൽ ഒരുപാട് അബണ്ടൻസ്, ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി എന്ന് പറയുമ്പോൾ മാനസികവും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള സമൃദ്ധി അതുണ്ടാവും. മാനസികവും ഭൗതികവും അതുകൊണ്ടല്ലേ ഗായത്രി മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞു ഓം ഭൂർഭുവസ്വഹ, ഭൂർഭുവസ്വ എന്ന് വെച്ചാൽ എന്താ? ഭൂലോകം, ഭുവലോകം, സ്വർഗലോകം. അപ്പൊ ഭൂലോകത്തുള്ള സമൃദ്ധി, അതായത് മെറ്റീരിയൽ വേൾഡ്, ഭുവലോകം മാനസിക ലോകം, സ്വലോകം സ്വർഗലോകം, അപ്പോൾ സ്പിരിച്വൽ വേൾഡ്. അപ്പോൾ സമൃദ്ധി കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആക്ടിവിറ്റി കൂടുതൽ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒന്നുകിൽ എല്ലാവർക്കും ഈ എന്താ പറയുക വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാർക്ക്, പല കാരണങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ എഴുതുക, ഒരു ബുക്ക് എടുത്ത് എഴുതുമ്പോൾ വെറുതെ എഴുതുക അല്ല, ഫീലോടുകൂടി എഴുതുക. ഫീലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കിയൊന്നും ഒരു കാര്യമില്ല, എഴുതുന്നതിനൊന്നും ഒരു കാര്യമില്ല. ഫീലിംഗിലാണ്, ഫീലിംഗ് വരാൻ വേണ്ടി ഒരു ടൂൾ മാത്രമാണ് എഴുത്ത്. എഴുതുന്നത് മസിൽ മെമ്മറിയിലോട്ട് മാത്രമേ പോകത്തുള്ളൂ. കൂടി ഇപ്പോൾ ബ്രെയിൻ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് വരെ പോകുള്ളൂ. നമുക്ക് കണക്ട് ചെയ്യേണ്ടത് സൂപ്പർ കോൺഷ്യസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഐ ആം താങ്ക്ഫുൾ, ഐ ആം എന്നുള്ള വാക്ക് വളരെ നല്ലതാണ്. ഞാൻ എന്നുള്ള വാക്ക് വളരെ പവർഫുള്ളാണ്. ഐ ആമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്താലും അതിന് ഭയങ്കര പവർ വരും. മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ ഞാൻ എന്നുള്ളത് എഴുതാം. ഇപ്പോൾ ഐ ആം താങ്ക്ഫുൾ, എനിക്ക് എന്താ പറയുക, നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം. ഈ ഐ ആം പവർഫുൾ ആണെന്ന് കരുതി ഐ ആം തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ ഹൃദയം തുറന്നാണ് എഴുതേണ്ടത്. എനിക്ക് നല്ല മാതാപിതാക്കളെ തന്നതിന് നന്ദി, എനിക്ക് നല്ല ഒരു ജോലി തന്നതിന് നന്ദി, എനിക്ക് നല്ല ഒരു സാഹചര്യം തന്നതിന് നന്ദി, നല്ല സുഹൃത്തുക്കളെ തന്നതിന് നന്ദി. നമ്മളുടെ ലൈഫിൽ സത്യത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളോടും നമ്മൾ നന്ദി പറയുക, നന്ദിയുള്ളവരായിരിക്കാം. ഈ നന്ദി പറയുമ്പോൾ നമ്മളുടെ എല്ലാ ബ്ലോക്കുകളും മാറി ഡിവൈൻ കണക്ഷൻ പെട്ടെന്ന് കിട്ടും. മെഡിറ്റേഷനിലാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് പറ്റാത്തവരാണ് എഴുതേണ്ടത്. മെഡിറ്റേഷനിൽ ചെയ്യുമ്പോഴാണ്, മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് വെറുതെ ജസ്റ്റ് ഹൃദയത്തിൽ തൊട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡീപ്പ് മെഡിറ്റേഷനിൽ പോകും. ആദ്യത്തെ ദിവസം ഒന്നും പോവില്ല, കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഹോപ്പനൊപ്പോനോ ചെയ്യുന്നവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ കാര്യത്തിന് നന്ദി പറയുക. നമ്മളെ എന്താ പറയുക, എന്നും നമ്മളെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കട്ടെ, അവർക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് വിചാരിച്ചു, അവർ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഓട്ടോക്കാരൻ, അവരോട് നന്ദി. അപ്പോൾ ഓരോ കാര്യത്തിനോടും നന്ദി പറയും. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നന്ദി. ആരെങ്കിലും പറയാണ് അവരോട് നന്ദി വേണം, പറഞ്ഞത് കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരോടാണ് നന്ദി. അപ്പം എല്ലാവരോടും പറയണമെന്നില്ല, നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഭാവം വരണം. അതാണ് ഭാവം ഭാവം വരാൻ നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം മാതാപിതാക്കളോട് മാത്രമായിരിക്കും നമുക്ക് നന്ദിയുള്ളത് ജീവിതത്തിൽ. അപ്പോൾ അവരോട് പറയാം. രാത്രിയിലും ഇത് ചെയ്യുക, നിർബന്ധമായിട്ട് കണ്ണുകളടച്ച് ഹൃദയത്തിൽ കൈവച്ച് ചെയ്യുക. ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഒന്നും വിഷ്വലൈസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നന്മകൾ വരാൻ തുടങ്ങും. ഈവൻ സൈക്കോളജിക്കലി, അതായത് മനസ്സിനൊരു ശാന്തത, മനസ്സിനൊരു സമാധാനം ഒക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാട് ബ്ലോക്സുകൾ മാറി നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ, ഞാനിപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ, നന്ദി മാത്രം പറയാനല്ലേ പറഞ്ഞുള്ളൂ. നന്ദി പറഞ്ഞാൽ മാത്രം പോരാ, നന്ദി സ്വീകരിക്കുകയും കൊടുക്കുകയും വേണം. അപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. കൊടുക്കുക എന്ന് പറഞ്ഞ പറച്ചിൽ മാത്രമല്ല. നമുക്കിപ്പോൾ അച്ഛനും അമ്മയും വളരെ സ്നേഹം തന്നാണ് വളർത്തിയത്. ഇടയ്ക്കൊക്കെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പുറത്ത് കൊണ്ടുപോവുക, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഗുരുക്കന്മാരെ കാണാൻ പോവുക. ഗുരുക്കന്മാരെ സംബന്ധിച്ച് അവർക്കൊന്നും ആവശ്യമില്ല, യഥാർത്ഥ ഗുരുവിനൊന്നും ആവശ്യമില്ല. അപ്പോൾ അവരെ ഒന്ന് കാണാൻ പോവുക, കാണുന്നതാണ് അവർക്ക് സന്തോഷം, അല്ലേ? ആ നന്ദി ഭാവമില്ല. ചില ആൾക്കാർ പഠിച്ചു കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു പോകത്തോലുമില്ല. അത് ഇപ്പോൾ സ്പിരിച്വൽ ആണെങ്കിലും മെറ്റീരിയൽ അല്ലാത്തുള്ള പഠനം, അക്കാഡമിക്കൽ, അപ്പോൾ അത് പാടില്ല. നമ്മൾ നന്ദി ഉണ്ടാവണം. അതേപോലെ നന്ദി സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യന്മാരുടെ അടുത്ത് നമ്മൾ നന്ദിതാന്ന് പറഞ്ഞ് പറയാൻ പറ്റുമില്ലല്ലോ. മൃഗങ്ങളെ സ്നേഹിക്കുക,
പക്ഷികളെ സ്നേഹിക്കുക. ആ അവരിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഭാവമുണ്ട്. അത് ഭയങ്കര പവർഫുള്ളാണ്. ഒരുപാട് ഗ്രേസ്, നമുക്കൊരുപാട് ഗ്രേസ് തരുന്നതാണ്. ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന മറ്റുള്ളവർക്ക്, വഴിയിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം ഇല്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. നമ്മുടെ നാട്ടിൽ അന്നദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്ടിലുള്ളവർ ഭക്ഷണം ഉള്ളവർ ഫ്രിഡ്ജിൽ ഭക്ഷണം വെച്ചിട്ടാണ് അന്നദാനത്തിന് പോകുന്നത്. അതല്ല, അന്നദാനമാണ്. ദാനമാവുന്ന ഇല്ലാത്തവന് കൊടുക്കുമ്പോഴാണ് ദാനമാവുന്നത്. അതാണ് മഹാദാനം. അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക, പല അന്നദാനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഭിക്ഷ യാചിക്കുന്നവരൊക്കെ വരുമ്പോൾ എല്ലാം കഴിച്ചിട്ട് വരാൻ പറയും. അത് വളരെ തെറ്റാണ്. അപ്പോൾ ഇല്ലാത്തവന് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് ഭാവം മനസ്സിൽ പറയുന്ന മാത്രമല്ല, ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുക. സ്വീകരിക്കാൻ അർഹതയുള്ളവനാവുക, അതാണ് ഏറ്റവും പ്രധാനം. അതിനെ നമ്മൾ സഹായിക്കുക. നമ്മളുടെ പറ്റുന്നത്രയും സഹായിച്ച്, ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുന്നതിന് 10 രൂപ ഉള്ളൂ, അല്ലെങ്കിൽ 15 രൂപ ഉള്ളൂ, അത്രയും സഹായിച്ചാൽ മതി. ചിലടത്ത് 20 രൂപയുണ്ട്. ഇപ്പോൾ പല രീതിയിൽ. അപ്പോൾ അതിലിപ്പോൾ സ്റ്റക്കാണ്. അപ്പോൾ എന്താണോ നമുക്ക് കഴിയുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ സഹായിക്കുക. ആ സഹായം നമ്മൾ നാട്ടുകാരുടെ അടുത്തൊന്നും പറഞ്ഞു നടക്കുകയും ചെയ്യരുത്. നമ്മളും അവരും മാത്രം അറിയും. അതല്ല നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുത്, അല്ലേ? അതേപോലെയാണ് അത് ചെയ്യുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി വിഷ്വലൈസേഷനും ഈവൻ ഒരു ടെക്നിക്കും ചെയ്തില്ലെങ്കിലും അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റേണ്ടതിന് സംശയമില്ല. നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടുതൽ പേര് ചെയ്യുന്നത് ഈ ഇമാജിനേഷനും റൈറ്റിങ്ങും മാത്രമേ ഉള്ളൂ. പക്ഷെ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക പ്രവൃത്തിയിലൂടെ, വാക്കുകളിലൂടെ. ഇത് വളരെ അതുകൊണ്ടാണ് 3 types ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തിൽ നിന്ന് തോന്നിയ മാത്രം പോരാ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് കാണിക്കണം. അതാണ് നമ്മൾ ഇസ്ലാമിക് ടീച്ചിങ്സിൽ ഒരുപാട് അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വരുമ്പോൾ എന്താണ്, നമ്മുടെ ഗീതയിലൊക്കെ പറയുന്ന സറണ്ടർ ഉണ്ടാവും, ശരണാഗതി ഉണ്ടാവും. സറണ്ടർ, ആ ഈശ്വരൻ്റെ, ആ പ്രപഞ്ചനാഥൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഞാൻ എന്നുള്ളൊരു ഭാവം നമുക്കുണ്ടാവുകയും നമ്മുടെ ലൈഫിലെല്ലാം സംഭവിക്കുന്നത് ആ ഈശ്വരൻ്റെ ഇച്ഛയാണ്. ആ ഈശ്വരൻ്റെ ഇച്ഛ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്കാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം ഉടനെ തന്നെ കാണാം. താങ്ക് യു.